ശ്രീ അഥർവവേദ പഠനം ക്ലാസ് 43. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 19 ഇതിൽ ദേവത അഗ്നിയും മരുത്തുക്കളുമാണ്. അഗ്നി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഊർജമാണ്. എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടിക്ക് ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഊർജം ഉണ്ടെങ്കിലേ കർമ്മം നടക്കുകയുള്ളൂ. രണ്ടാമത്തത് ദേവത മരുത്തുക്കളാണ്. മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചഘടനയിൽ ഈ പ്രപഞ്ചം 49 മരുത്തുക്കൾ ചേർന്നിട്ടാണ്. മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ ഗോളന്മാരി ഉള്ളതാണ്. അങ്ങനെ 49 ചേർന്നിട്ടാണ് ഉള്ളത്. അവർ പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രപഞ്ചഘടന അത് 7 ലോകങ്ങളിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഓരോ ലോകത്തിലും ഒരു 7 മരുത്തുക്കൾ വെച്ച് അങ്ങനെ 7 ലോകങ്ങളിൽ 7 × 7 49 മരുത്തുക്കൾ ഒരു പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്ന പോലെ തന്നെ അതും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേക ഭ്രമണപഥത്തിൽ. അപ്പം അങ്ങനെ കറങ്ങുമ്പോൾ ചിലപ്പോൾ അത് നമ്മളുടെ അടുത്തും അകലെയും ചെയ്യും. എങ്ങനെ അടുത്ത് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് എന്നല്ല, അത് വളരെ ദൂരെയാണ്. എന്നാലും ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടുത്ത് പോകും, ചിലപ്പോൾ അകന്നു പോകും. അപ്പോൾ ഈ അടുത്ത് വരുമ്പോൾ ഭൂമിയിലുള്ള ആകർഷണം വളരെ കൂടുകയും അത് നമ്മളെ അധികം വളരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഗ്രഹങ്ങളെല്ലാം ചുറ്റുമ്പോഴും നമ്മളെ സ്വാധീനിക്കുന്നത് പോലെ മരുത്തുക്കൾ, ഈ വലിയ മരുത്തുക്കൾ വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നമ്മളെ കർമ്മങ്ങളെല്ലാം ഒരു പ്ലാൻ അനുസരിച്ചാണ്. ഈ പ്രപഞ്ചം ഒരു പ്ലാൻ അനുസരിച്ചാണ് സൃഷ്ടി അങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത്. ദിവസവും പുരോഗമിക്കുകയാണ്. അവസാനം നല്ലൊരു സുന്ദരമായ ലോകമുണ്ടാകും. അപ്പോൾ അതിൽ കർമ്മം ചെയ്യാനാണ് നമ്മളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാൻ അനുസരിച്ചാണ് എല്ലാം പോകുന്നത്. ഒരു പ്ലാന് സമയമായിട്ട് ബന്ധിപ്പിക്കുക. സമയം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ ചുറ്റലുമായിട്ടാണ് സിങ്ക്രണൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ഈ ഗ്രഹങ്ങൾ മാത്രമല്ല നമ്മളെ സ്വാധീനിക്കുന്നത്. ഇവിടെ വേദം എന്ന് പറയുന്ന ഒരു 49 മരുത്തുക്കളും അവിടെ കിടന്നിട്ട് കറങ്ങുന്നുണ്ട്. അപ്പം സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന പോലെ ആ മരുത്തുക്കളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കർമ്മങ്ങളും മരുത്തുക്കളാണ് പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ ചലനമനുസരിച്ച് സമയമനുസരിച്ച് എല്ലാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്നെല്ലാം നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ധാരണ വെച്ചുകൊണ്ട് നമുക്ക് ആ വേദമന്ത്രത്തിലേക്ക് പോകാം. ആദ്യം ഒന്നാമത്തെ മന്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 19 ഋഷി മേധാതിഥി കണ്വൻ, ദേവത അഗ്നി, മരുത്ത്, ഛന്ദസ് ഗായത്രി. പ്രതിത്വം ചാരുമധ്വരം ഗോപീധായ പ്രഹൂയസേ മരുദ്ഭിർ അഗ്ന ആഗഹി. അഗ്നിയോട് മരുത് ഗണങ്ങളോടുകൂടി ഈ യജ്ഞത്തിൽ ആഗതനായി സോമപാനം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നു. ഒന്നാമത്തെ മന്ത്രത്തില് അഗ്നിയോട് ഈ സുന്ദരമായി നമ്മളുടെ യജ്ഞത്തിൽ വന്ന് നമ്മളെന്തൊക്കെ കർമ്മം ചെയ്യാൻ പോകുമ്പോൾ അഗ്നിയോട് വന്നിട്ട് അത് പാനം ചെയ്യുവാൻ പറയുകയാണ്. അപ്പം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഊർജമാണ്, ഊർജത്താലായി കർമ്മം ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യേണ്ടിക്ക് ഊർജം വേണം. നമ്മൾ കൈ അനക്കേണ്ടിക്ക് ശക്തി വേണം, ഊർജം വേണം. അപ്പം നമ്മളൊരു ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ അരിയും വെള്ളമെല്ലാം അഗ്നിക്കാണ് കൊടുക്കുന്നത്. അഗ്നി അതെടുത്തിട്ട് അതുകൊണ്ട് പാനം ചെയ്യാമെന്ന്, ഇവിടെ പാനം ചെയ്യാന്ന് പറഞ്ഞാൽ അഗ്നി അതെടുത്തിട്ട് നമുക്കെന്ത് തരും? ചോറ് തരും. അപ്പോൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ഈ ഇൻപുട്ടിനെയാണ് സോമം എന്ന് പറയുന്നത്. ആ ഇൻപുട്ടിനെ നമ്മൾ അഗ്നിക്ക് കൊടുക്കുന്നു. അഗ്നിയോട് എന്ത് പറയുന്നു? നീ മരുത്തുക്കളോടുകൂടി വരണം. അപ്പം നമ്മളെ കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മരുത്തുക്കളാണ്. മരുത്തുക്കളുടെ ചലനം അനുസരിച്ചാണ് നമ്മുടെ കർമ്മം നിയന്ത്രിക്കുന്നത്. അപ്പം അഗ്നി വെറുതെ അഗ്നി വന്നാലും പറ്റില്ല. ആ മരുത്തുക്കളും കൂടി സ്വാധീനിക്കുമ്പോഴാണ് അഗ്നിയും കൂടിയും വന്നിട്ട് നമ്മളെ കർമ്മങ്ങളെ നടപ്പാക്കി തരുന്നത്. നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് മരുത്തുക്കളാണ്, ഗ്രഹങ്ങളാണ്. ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ കിടക്കുന്നത്.
അപ്പം ഗ്രഹങ്ങൾ ചലിക്കുന്ന അനുസരിച്ചാണ് ലോകം പുരോഗതിയിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ മരുത്തുക്കളും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മരുത്തുക്കളോട് കൂടി അഗ്നി വരാൻ പറയുന്നത്. അതായത് നമ്മൾ കർമ്മം ചെയ്യണമെന്ന് വെച്ചാലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് രാഷ്ട്രത്തെ സേവിക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോലി കിട്ടാതെ എങ്ങനെയാണ് ഇന്നത്തെ കാലം ജോലി കിട്ടിയാലേ സേവിക്കാൻ പറ്റും. അല്ലാതെ ശത്രുവിനെ നേരിടാൻ വേണ്ടിയിട്ട് പട്ടാളത്തിൽ പോയിട്ട് ഏതാ ഞാനും ശത്രുവിൻ്റെ കൂടെ അടിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറ്റും ഇല്ല. അപ്പോൾ അതെല്ലാം നമ്മളെ സമയം ശരിയാകുമ്പോഴാണ് നമുക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നത്. അത് ഗ്രഹങ്ങളുടെ ചലനവും അക്കൂട്ടത്തിൽ പെടുത്തണം മരുത്തുക്കളെ എന്ന് പറയുകയാണ്. മരുത്തുക്കളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രനോട് കർമ്മം ചെയ്യാൻ വരുമ്പോൾ മരുത്തുക്കളോടൊത്ത് വരണം. അതായത് സമയം ശരിയാണെങ്കിൽ മരുത്തുക്കളെ സമയം എന്നല്ല മരുത്തുക്കളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സമയം ശരിയാകുമ്പോഴേ നമ്മളെ കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കർമ്മം ചെയ്യുമ്പോൾ അഗ്നിയും വേണം. അപ്പോൾ അഗ്നി മരുത്തുക്കളോടൊപ്പം വരണം. ഇനി രണ്ടാമത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 19-2. നഹി ദേവോ നമർത്യോ മഹസ്തവ കൃതും പരാ മരുദ്ഭിരഗ്ന ആഗഹി. അഗ്നിയുടെ ശക്തിയെ നേരിടാൻ ദേവകൾക്കോ മനുഷ്യർക്കോ കഴിയുകയില്ല. അങ്ങനെയുള്ള ശക്തിമാനായ അഗ്നിയെ മരുത്തുക്കളോടുകൂടി എഴുന്നള്ളാൻ ആഹ്വാനം ചെയ്യുന്നു. ഇവിടെ രണ്ടാമത്തേല് അഗ്നിയുടെ മഹത്വത്തെ പറ്റി പറയാണ്. അഗ്നി നിന്റെ ശക്തിയെ നേരിടുന്നവരായ മനുഷ്യരോ ദേവകളോ ഒന്നും തന്നെ ഇല്ല. നമ്മളെ മനുഷ്യര് തന്നെ അഗ്നിയുടെ കഴിവിനെ ഒന്നും തോൽപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടെങ്കിൽ ഊർജ്ജം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര ബുദ്ധിശക്തി ഉണ്ട്, എന്ത് ജ്ഞാനം നേടിയാലും ഊർജ്ജമില്ലാതെ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റില്ല. ചിന്തിക്കുന്നത് പോലെ ഊർജ്ജ ശക്തി ഉണ്ടെങ്കിലേ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെക്കാട്ടി എത്രയോ ഉയർന്ന നിലയിലാണ് അഗ്നി. അപ്പോൾ ആ അഗ്നി എന്ത് പറയാണ്, നിന്നെക്കാട്ടി സമർത്ഥനായ വേറൊരു, നിനക്ക് സമാനമായിട്ട് വേറെ ആരും ഇല്ല. അങ്ങനെയുള്ള നീ ആരോട് കൂടി തന്നെ വരണം, മരുത്തുക്കളോട് കൂടി വരണം. മരുത്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ കർമ്മങ്ങളെ നമ്മൾ ചെയ്യുന്നത് മരുത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. മരുത്തുക്കൾ പ്രേരിപ്പിക്കുമ്പോഴാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പം നമ്മൾ മരുത്തുക്കളുടെ സപ്പോർട്ടുള്ള സമയത്ത് അഗ്നിയും വരണം. ഇനി മൂന്നാമത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 19-3. ഏമഹോ രജസോ വിദുർ വിശ്വേ ദേവാസോ അദ്രുഹ മരുദ്ഭിരഗ്ന ആഗഹി. ആരോടും വൈരം പുലർത്താതിരിക്കുകയും വിശാലമായ അന്തരീക്ഷത്തിന്റെ ജ്ഞാതാക്കളുമായിരിക്കുന്ന മരുത് ഗണങ്ങളോടൊത്ത് അഗ്നിയോട് ഇവിടെ വരാൻ വീണ്ടും ആഹ്വാനം ചെയ്യുന്നു. ഇതിൽ മരുത്തുക്കളെ പറ്റി പറയാണ്. ആരോടും വൈര്യം പുലർത്താവരാണ്. അവർക്കാരോടൊന്നും വൈര്യമൊന്നുമില്ല. മരുത്തുക്കൾക്കാരോ ഏതുപോലെ ഗ്രഹങ്ങൾക്ക് സൂര്യന് നമ്മളെ ശത്രുവെന്നോ മിത്രമെന്നോ ഒന്നും ചിന്തയില്ല. നമ്മളെ സഹായിക്കും, നമുക്കും ചൂട് തരും, വെളിച്ചം തരും, നമ്മളെ ശത്രുവിനും കൊടുക്കും. അപ്പം അതിനൊരു വൈര്യവും ആരോടും ഇല്ല. അതേപോലെ ഈ മരുത്തുക്കൾക്ക് എന്തില്ല, ആരോടും ഒരു വൈര്യമൊന്നും ഇല്ല. അത് വിശാലമായ അന്തരീക്ഷത്തിൽ ജ്ഞാനത്തോടുകൂടി ഇരിക്കുന്നു. വിശാലമായ അന്തരീക്ഷത്തിൽ അതെവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അങ്ങ് ദൂരെയാണ്, 7 ലോകങ്ങളിലാണ് അതങ്ങ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പം വിശാലമായ ലോകത്തിൽ അത് എല്ലാ ജ്ഞാനവും തികഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അതിൻ്റെ ചലനം അനുസരിച്ചാണ് നമ്മളെ കർമ്മങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മളെ കർമ്മങ്ങൾ നിൽക്കുന്നത്. പ്രപഞ്ചത്തിനൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് കർമ്മം നടക്കുന്നത്. അതിൽ കർമ്മം ചെയ്യാനാണ് നമ്മളീ സൃഷ്ടിക്കുന്നത്. അപ്പം ആ പ്ലാനിനെ പറ്റി ആർക്കറിയണം? മരുത്തുക്കൾക്കും ഈ ഗ്രഹങ്ങൾക്കെല്ലാം അറിയണം. അതുകൊണ്ട് ആ മരുത്തുക്കളോടൊത്ത് വരിക എന്ന് പറയുകയാണ്. ഇനി നാലാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 19-4. ഏ ഉഗ്ര അർക്കമാന ഋജുര അനാദൃഷ്ടാസ ഓജസ മരുദ്ഭിരഗ്നി ആഗഹി. മരുത്തുക്കൾ ഉഗ്രന്മാരും ഓജസാൽ അജയരും ശക്തന്മാരും വൃഷ്ടി ഉണ്ടാക്കുന്നവരും സ്തോത്രങ്ങളാൽ
സ്തുതിക്കപ്പെടേണ്ടവരും ആണ്. ആ മരുത്തുകളോടുകൂടി അഗ്നി ഇവിടെ വരണം. ഇവിടെ മരുത്തുക്കളെ വർണ്ണിക്കുകയാണ്. ഉഗ്രന്മാരാണ് അവർ. നമുക്കതിനെ ചിന്തിച്ചാൽ പോലും അതിന്റെ വലുപ്പം നമുക്ക് അതിനെ കാണാനും മനസ്സിലാക്കാനും ഒന്നും പറ്റില്ല. അത്രയും വലിയ സാധനങ്ങളാണ്. അപ്പൊ അവർ ഉഗ്രന്മാരാണ്. ഓജസാൽ അജയ്യരാണ്. അവരെ ആരും ജയിക്കാൻ പറ്റില്ല. അത്രയും വലിയ സാധനത്തെ ഭൂമിയെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല. ശക്തന്മാരാണ്. അതെല്ലാം ചലിക്കുമ്പോൾ ഇവിടെ തന്നെ മലകളെല്ലാം വിറക്കുന്നാണ് പറയുന്നത്. ഭൂമിയോട് അടുക്കുമ്പോൾ അപ്പോഴാണ് ഈ പ്രളയം ഉണ്ടാകുന്നതും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതും എല്ലാം. ഭൂമിയെല്ലാം വിറക്കും. ഭൂമിയിൽ ഭൂകമ്പങ്ങളെല്ലാം ഉണ്ടാവും. അത് അടുത്തോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ ആകർഷണ ബലം കൊണ്ട്. ചന്ദ്രന് അടുത്തോട്ട് വരുമ്പോൾ വെള്ളം വരുന്നില്ലേ? കടലിലെ ജലം വെള്ളപ്പൊക്കെല്ലാം ഏറ്റവും വലിയ ഇറക്കമെല്ലാം ചന്ദ്രന് എൻ്റെ ആകർഷണം കൊണ്ടല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ മരുത്തുകൾ വരുമ്പോഴുള്ള അവസ്ഥ നമുക്ക് പറയാൻ ചിന്തിച്ചാൽ മതി. അപ്പോൾ ശക്തന്മാരും വൃഷ്ടി ഉണ്ടാക്കുന്നവരും മഴ പെയ്ക്കുന്നത് അവരാണ്. നമ്മൾ ധരിച്ചിരിക്കുന്ന ന്യൂനമർദ്ദമെല്ലാം ഉണ്ടാകുമ്പോൾ മഴ പെയ്യുന്നത് ഇതൊന്നുമല്ല. ഈ ന്യൂനമർദ്ദം ഉണ്ടാകാൻ എന്താ കാരണം? ഗ്രഹങ്ങളുടെ ചലനവും ഉണ്ട്. അതാണ് ഓരോ സീസൺസിലും മഴ പെയ്യുന്നത്. ഈ മരുത്തുക്കൾ ഭൂമിയോട് അടുക്കുമ്പോഴാണ് ഈ മഴയെല്ലാം കൂടുതൽ സാധാരണയിൽ കവിഞ്ഞിട്ടുള്ള ആപത്തുകളെല്ലാം സംഭവിക്കുന്നത് ഈ മരുത്തുക്കൾ അടുത്ത് വരുമ്പോഴാണ്. അല്ലെങ്കിൽ സാധാരണയുള്ള മഴയാണ്, വർഷത്തിലുള്ള സൂര്യൻ്റെയും ഗ്രഹങ്ങളുടെയും ചലനം കൊണ്ടുള്ളതാണ്. പക്ഷെ മരുത്തുക്കൾ എപ്പോഴെങ്കിലാണ് വന്നു പോയിരിക്കുക. ആ സമയത്ത് ഭയാനകമായ സംഭവങ്ങൾ നടക്കും. മഴകളെല്ലാം പെയ്യും. അപ്പോൾ മഴേനെ പെയ്യ്ക്കുന്നതിനെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? ഈ മരുത്തുക്കളാണ്. ഏതിൻ്റെ അടുത്ത സ്തുതികളാൽ സ്തോത്രങ്ങളാൽ സ്തുതിക്കേണ്ടവരാണ്. അത് ചെയ്യുന്നതെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്ക് ശാസ്ത്രീയമായിട്ട് അത് ഭൂമിയോട് എപ്പോഴാണോ അടുക്കുന്നത് അപ്പം ഇവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാണാം. അത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകർഷണ ബലം കൊണ്ട് തന്നെയാണ്. അപ്പം എല്ലാ ശാസ്ത്രങ്ങളും തികഞ്ഞവരാണ്. അങ്ങനെയുള്ള മരുത്തുകളോടുകൂടി നീ വരണമെന്ന് പറയുകയാണ്. ഇനി 5-ാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 19-5. ഏ ശുഭ്ര ഘോരവർപ്പസ സൂക്ഷത്രസോ രിഷാദസഹ മരുദ്ഭിരഗ്ന ആഗഹി. മരുദ്ഗണങ്ങൾ ശോഭായുക്തരും ഉഗ്രരൂപം ധരിച്ചിരിക്കുന്നവരും മഹാബുദ്ധിശാലികളും ശത്രുക്കളുടെ സംഹാരകർത്താക്കളുമാണ്. അങ്ങനെയുള്ള മരുദ്ഗണങ്ങളോടുകൂടി അഗ്നി ഇവിടെ വരിക. ഇത് ശോഭായുക്തരാണ്, നല്ല ശോഭയുള്ളവരാണ്, തിളങ്ങുന്നവരാണ്. പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റാത്തതുണ്ട്. അത്രയും സൂര്യൻ്റെ ഇത്രയും തിളക്കമുണ്ടെങ്കിൽ അത്രയും ആകർഷമുള്ള സാധനങ്ങൾ ശോഭായുക്തരും ഉഗ്രരൂപം ധരിച്ചവരും രൂപം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത്രയും വലുതാണ്. നമ്മൾ ഈ സൂര്യനും ഈ നക്ഷത്ര കൂട്ടങ്ങളും എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഗതിയാണ് ആ ഒരു മരുത്ത്. അപ്പോൾ അത്രയും ഉഗ്രരൂപം ധരിച്ചവരും മഹാബുദ്ധിശാലികളും. കാരണം ആ മരുത്തുക്കളുടെ ചലനം അനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലുള്ള ചലനങ്ങൾ. ഇപ്പോൾ സൂര്യനും ഗ്രഹങ്ങളെല്ലാം ചലിക്കുന്നതനുസരിച്ചാണ് ഭൂമിയിൽ എന്തുണ്ടാകുന്നത്, കാലാവസ്ഥ ഉണ്ടാകുന്നതും ഇവിടെയെല്ലാം ജീവജാലങ്ങൾ. അപ്പോൾ അതെല്ലാം സയൻസല്ലേ ഇതിലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്, ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ചലനം. ഇപ്പം ഇല ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും സൂര്യൻ്റെ വെളിച്ചം അനുസരിച്ചാണ്. അപ്പം എല്ലാം അവർ ബുദ്ധിശാലിയാണ്. അതിൽ നിന്ന് വരുന്നതുകൊണ്ട് അവരെല്ലാം ബുദ്ധിശാലികളാണെന്ന് പറയുകയാണ്. അവരെ ശത്രുക്കളെല്ലാം സംഹരിക്കും. അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവരാണ്. അവരുടെ അടുത്ത് ആർക്കും മത്സരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള മരുത്തുക്കളോടുകൂടി വരിയാൻ പറയുകയാണ് എൻ്റെ കർമ്മത്തിൽ. കാരണം എൻ്റെ കർമ്മം അപ്പം പ്രേരിപ്പിക്കുന്ന ആരാണ്? ഈ മരുത്തുക്കളാണ്. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ വിജയിക്കണ്ടിക്ക് ആ മരുത്തുക്കളും സപ്പോർട്ടായിട്ട് വരണം. മരുത്തുക്കൾ നമ്മളെ കൊണ്ട് ജയിപ്പിക്കണം. അപ്പോഴേ നമുക്ക് കർമ്മം വിജയിക്കുകയുള്ളൂ. ഇനി 6-ാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 19-6. ഏ നാഗസ്യാധി രോചനേ ദിവി ദേവാസ ആസദേ മരുദ്ഭിരഗ്ന ആഗഹി. മരുത്തുക്കൾ സ്വർഗത്തിൻ്റെ മുകളിൽ പ്രകാശിക്കുന്ന ലോകത്തിൽ വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള മരുത്തുക്കളെ കൂട്ടിക്കൊണ്ടല്ലയോ അഗ്നി നീ ഇവിടെ വരിക.
ഇവിടെ അഗ്നിയോട് എന്ത് പറയാണ്? സ്വർഗത്തിൽ നിൽക്കുന്ന മരുത്തുക്കളുമായിട്ട് വരാൻ പറയാണ്. ഇത് എവിടെയാണ് നിൽക്കുന്ന? അങ്ങ് സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലുള്ള 7 ലോകങ്ങളെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ 7 ലോകങ്ങളിലാണ് 49 മരുത്തുക്കളുള്ളത്. അപ്പം ആ 49 മരുത്തുക്കളുമായിട്ട് വരാൻ പറയുകയാണ് അഗ്നിയോട്. കാരണം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ പ്ലാനറ്ററി സിസ്റ്റം പ്രപഞ്ചത്തിലെ ചലനങ്ങൾക്കനുസരിച്ചാണ്. അതുകൊണ്ട് ആ ചലനം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മൾ അഗ്നിയുടെ സഹായത്താൽ, ഊർജത്തിൻ്റെ സഹായത്താൽ കർമ്മം ചെയ്യുന്നത്. നമ്മൾ പ്രപഞ്ചത്തിൽ എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അവിടെ ആ ശക്തിയാണ് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഊർജവും വേണം. അപ്പോൾ ഊർജത്തോട് ആ മരുത്തുക്കളോടൊത്ത് വരാൻ പറയുകയാണ്. ഇനി 7-ാമത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 19 7. ഏ ഈംഘയന്തി പർവ്വതാൻ തിരസമുദ്രമർണവം മരുദ്ഭിരഗ്ന ആഗഹി. മരുത്തുക്കൾ മേഘങ്ങളെ ഭരിക്കുന്നവരും ജലസമൂഹത്തിൽ ജലത്തെ സമുദ്രത്തിൽ പതിപ്പിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള മരുത്തുക്കളോടുകൂടി അല്ലയോ അഗ്നി നീ ഇവിടെ വരിക. ഇവിടെ പിന്നെയും പറയുകയാണ് മേഘങ്ങളെ ഭരിക്കുന്ന അഗ്നി. മേഘങ്ങളെ ഭരിക്കുന്ന മരുത്തുക്കളോടൊത്ത് വരികയാണ് പറയുകയാണ് അഗ്നി. അപ്പോൾ മേഘങ്ങളെ ഭരിക്കുന്നു. മേഘങ്ങളെ കൊണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു? മഴ പെയ്യിപ്പിച്ചിട്ട് സമുദ്രത്തിൽ എത്തിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് മഴ പെയ്യിക്കണ്ടെങ്കിൽ എന്ത് വേണം? ഊർജം വേണം. അപ്പോൾ അവിടെ അഗ്നിയും വരുന്നു. അപ്പം അഗ്നിയോട് എന്ത് പറയുന്നു? മേഘത്തെ ഭരിക്കുന്ന, മഴ പെയ്യിക്കുന്ന ആ മരുത്തുക്കളോടൊത്തുകൂടി നീ വരിക. കാരണം മേഘം മഴ പെയ്യിപ്പിക്കുന്നതും മരുത്തുക്കളാണ്. അല്ലാതെ നമ്മുടെ ഈ ഗ്രഹങ്ങൾ മാത്രമല്ല. ശാസ്ത്രലോകത്തിന് അത് മനസ്സിലായിട്ടില്ല. പ്രപഞ്ചഘടനയിൽ മരുത്തുക്കളുടെ ഫംഗ്ഷൻ മനസ്സിലായിട്ടില്ല. ആ മരുത്തുക്കളെ ഇവിടെ ശാസ്ത്രത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആ മരുത്തുക്കളോട് കൂടിയാണ് അഗ്നി വരേണ്ടത്. അഗ്നി ഉണ്ടെങ്കിലല്ലേ കർമ്മം ചെയ്യാൻ പറ്റും. മഴ പെയ്യിക്കണ്ടിക്കിൽ അല്ലെ ആ വെള്ളത്തെ എടുത്തുകൊണ്ട് അതിൻ്റെ ഇവിടെ സമുദ്രത്തിൽ എത്തിക്കണ്ടിക്കും. അങ്ങനെ ഉണ്ടായ മഴ ഇവിടെ എത്തിക്കണ്ടിക്കുന്ന ശക്തി വേണമല്ലോ. അതെല്ലാം ആരിലാണ്? മരുത്തുക്കൾ പ്രേരിപ്പിക്കും. അഗ്നി ഊർജം ആ ബാക്കി ഏറ്റെടുത്ത് നടപ്പാക്കും. ഇനി 8-ാമത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 19 8. ആയേ തന്വന്തി രശ്മിഭിസ്ഥിര സമുദ്രം ഓജസ മരുദ്ഭിർ അഗ്ന ആഗഹി. മരുത്തുക്കൾ സൂര്യകിരണങ്ങളോടുകൂടി എല്ലാ സ്ഥലത്തും വ്യാപിക്കുന്നവരും സമുദ്രത്തെ ശക്തിപൂർവം ഇളക്കി മറിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള മരുത്തുക്കളോടുകൂടി അല്ലയോ അഗ്നി നീ ഇവിടെ വരിക. അഗ്നിയോട് പറയാണ് സൂര്യകിരണങ്ങളോടുകൂടി എല്ലാ സ്ഥലത്തും വ്യാപിക്കുന്നു. ഈ മരുത്തുക്കൾ സൂര്യന്റെ കിരണം നമ്മളെ സ്വാധീനിക്കുന്ന പോലെ തന്നെ ഈ മരുത്തുക്കളുടെ കിരണങ്ങളും ശക്തിയും ആകർഷണ ബലവും എല്ലായിടവും വ്യാപിച്ചിട്ടുണ്ട്. സൂര്യൻ എല്ലാ ജീവജാലങ്ങളെയും നയിക്കുന്നത് പോലെ, അതിൻ്റെ കിരണങ്ങൾ നയിക്കുന്നത് പോലെ ഈ മരുത്തുക്കളുടെ അതിൻ്റെ ബലങ്ങളും എല്ലാ ജീവജാലങ്ങളിലും സൂര്യകിരണം പോലെ എത്തിച്ചേരുന്നുണ്ട്. നമ്മളെല്ലാം എത്തിച്ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ശക്തി എത്രയാണെന്ന് പറയുകയാണ്. സമുദ്രത്തെ ജലം ശക്തിപൂർവം ഇളക്കി മറിക്കും. സമുദ്രജലം ഉയരാൻ തുടങ്ങും അത് ഭൂമിയോട് അടുക്കുമ്പോൾ. സമുദ്രജലത്തെ ഇളക്കി മറിക്കാനുള്ള കഴിവുണ്ട് മരുത്തുക്കൾക്ക്. സൂര്യനെക്കാട്ടിയും ബലമുണ്ട് അതിற்கு. അപ്പം ആ മരുത്തുക്കളോടുകൂടി നീ വരാൻ അഗ്നിയോട് വരാൻ പറയുകയാണ്. ഇനി 9-ാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 19 9. അഭിത്വാ പൂർവപീതയേ സൃജാമി സൗമ്യം മധു മരുദ്ഭിരഗ്ന ആഗഹി. ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന മധുരമായ സോമരസം പാനം ചെയ്യുന്നതിന് വേണ്ടി അല്ലയോ അഗ്നി നീ മരുത്ഗണങ്ങളോടുകൂടി ഇവിടെ വരിക. അങ്ങനെ അവനുമായിട്ട് കൂടി വരുമ്പോൾ അഗ്നിയോട് പറയാണ് ഇതാ നിനക്ക് സോമരസം വെച്ചിരിക്കുന്നു. നീ കർമ്മം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നിനക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നു. നീ അവനോടുകൂടി ഇവിടെ വന്നിട്ട് അവയെ പാനം ചെയ്യും. അപ്പം നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്
കൊടുത്തു കഴിഞ്ഞാൽ, അരിയും വെള്ളമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് അഗ്നി വിഴുങ്ങിയിട്ട് നമുക്ക് ചോറ് തരും. എപ്പോൾ മരുത്തുക്കൾ നമ്മളെ അതിനെ പ്രേരിപ്പിച്ച് കർമ്മം ചെയ്യിപ്പിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ഗ്രഹങ്ങളെല്ലാം സ്വാധീനിക്കുന്ന പോലെ തന്നെ സ്വാധീനിക്കുന്ന ഏറ്റവും അധികം സ്വാധീനമുള്ളതാണ് പ്രപഞ്ചം നിർമ്മിച്ച ഈ മരുത്തുക്കൾ. 49 മരുത്തുക്കൾ. അവരും ഗ്രഹങ്ങളെപ്പോലെ തന്നെ ചലിക്കുന്നുണ്ട്. അവയുടെ പ്രേരണയാലാണ് ഈ ലോകത്ത് കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതിൻ്റെ പ്രേരണയാലാണ്. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അഗ്നിയുടെ സഹായത്താലാണ് നമ്മൾ, ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്.